അതുകൊണ്ടാണ് മെയ് ഡേ ദ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ഇൻ്റർനാഷണൽ വർക്കേഴ്സ് ഹോളിഡേ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിനകത്ത് ആ ചരിത്രകാരൻ എഴുതി വെക്കുന്നൊരു ഭാഗമുണ്ട്. ഇറ്റ് വാസ് എ ഡിമാൻഡ് ഫോർ മോർ ടൈം ടു ലീവ് എന്ന്. മനുഷ്യന് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നാണ്. കേവലം 8+8+8 എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം മാത്രമായിരുന്നില്ല അത്. മറിച്ച് ഇറ്റ് വാസ് എ ഡിമാൻഡ് ഫോർ മോർ ടൈം ടു ലീവ്. മനുഷ്യന് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ളതായിരുന്നു എന്നാണ്. 17-ാം നൂറ്റാണ്ട് 18-ാം നൂറ്റാണ്ടിലൊക്കെ മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി ഇങ്ങനെ അവകാശങ്ങൾക്ക് വേണ്ടി പോരടിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലൊക്കെ വലിയ ഒരു വേൾഡ് പെർസ്പെക്റ്റീവ് ഇങ്ങനെ മുന്നോട്ട് വെക്കുന്നത് കാണാം. ദ സൊസൈറ്റി ഓഫ് ഹിസ്റ്ററി ഈസ് ക്ലാസ് സ്ട്രഗിൾ എന്നാണ്. ഏതു കാലഘട്ടത്തിൻ്റെ ചരിത്രം നാം നോക്കിയാലും അവിടെയെല്ലാം കാണുന്നത് ഒരു വലിയ സമൂഹത്തെ പലതായി അങ്ങനെ വേർതിരിക്കപ്പെട്ട് പണമുള്ളവനും പണമില്ലാത്തവനെയും സമൂഹത്തിന് 2 തട്ടാക്കി വച്ചിട്ട് അങ്ങനെ അടക്കി ഭരിക്കുന്ന ഒരു സിസ്റ്റം. അതുകൊണ്ടാണ് അവരെ പറയാനുള്ള കാരണം സൊസൈറ്റി ദ ഹിസ്റ്ററി ഓഫ് ക്ലാസ് സ്ട്രഗിൾ എന്ന് പറയാനുള്ളതിൻ്റെ കാരണം. എവിടെ നോക്കിയാലും സമൂഹത്തെ അങ്ങനെ വേർതിരിച്ചിരുന്നു എന്നാണ്. ഏത് നൂറ്റാണ്ടിൻ്റെ ചരിത്രം പഠിച്ചാലും സമൂഹത്തെ അങ്ങനെ പല തട്ടുകളായി തിരിക്കപ്പെടുകയും മനുഷ്യരെ അങ്ങനെ വർഗീകരിക്കപ്പെടുകയും ചെയ്തിരുന്നു എന്നാണ്. ഇന്നും അതിന് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എങ്കിലും അവിടെയാണ് പരിശുദ്ധമായ ഇസ്ലാം ഈ ക്ലാസ് സ്ട്രഗിളിനെ കുറിച്ച്, ഈ വർഗീയമായിട്ടുള്ള മനുഷ്യനെ പല തട്ടിലായി വർഗീകരിക്കപ്പെടുന്നതിനെ കുറിച്ച് എതിർത്തുകൊണ്ട് തന്നെ സംസാരിക്കാനുള്ളതിൻ്റെ കാരണം. വിശുദ്ധമായ ഖുർആനും വിശുദ്ധമായ ഹദീസും നാം വിഭാവനം ചെയ്യുന്ന നമ്മുടെ സംസ്കാരവും ഈ റിലീജിയസ് പ്രാക്ടീസുകളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? വ്യത്യസ്തമായ മേഖലകളിൽ വ്യത്യസ്തമായ തുറകളിൽ അവൻ്റെ കപ്പാസിറ്റിക്കനുസരിച്ച് അവൻ്റെ സ്കില്ലുകൾക്കനുസരിച്ച് അവൻ്റെ വിദ്യാഭ്യാസം അനുസരിച്ച് അവനെങ്ങനെ ജോലി ചെയ്യുമ്പോഴും അതിൻ്റെ ഹൈറാർക്കി വ്യത്യാസമാണ് എങ്കിൽ പോലും പരസ്പരം ബഹുമാനത്തോടെ അധിഷ്ഠിതമായ സ്നേഹത്തോടെ അധിഷ്ഠിതമായ ഒരു നിയമസംഹിതയിൽ കൃത്യമായ നന്മയിൽ ഊന്നിക്കൊണ്ടുവേണം ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതം പരിപൂർണമായും ഈ സമൂഹത്തിൽ ജീവിച്ചു തീർക്കാൻ എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ പ്രവാചകന്റെ ജീവിത രീതികൾ നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. സമ്പത്തുള്ളവരുണ്ടാകും, സമ്പത്ത് കുറഞ്ഞവരുണ്ടാകും, മനോഹരമായ ബിസിനസ് മേഖലയിൽ സാമ്രാജ്യത്വ ലോകങ്ങൾ പടുത്തുയർത്തിയവരുണ്ടാകും, അതിൻ്റെ കീഴിൽ അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ടാകും, അതിൽ വിദ്യാഭ്യാസ സമ്പന്നരുണ്ടാകും, വിദ്യാഭ്യാസമില്ലാത്തവരുണ്ടാകും, സ്ഥാനമാനങ്ങളിൽ വ്യത്യാസങ്ങളുള്ളവരുണ്ടാകും. പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും നിങ്ങൾ അവിടെ പാലിക്കപ്പെടേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങൾ വിശുദ്ധമായ ഖുർആൻ ഓരോരുത്തരോടും പറഞ്ഞു വെക്കുന്നതാണ്. ഓരോരുത്തരോടും